ഇന്ന് ജനുവരി 26 രാജ്യം 77ാമത്തെ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ്. നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇൻഡിപെൻഡൻസ് ഡേ, ഓഗസ്റ്റ് 15 1947 ഇന്ത്യ സ്വതന്ത്രയായി എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ട് റിപ്പബ്ലിക് ഡേ, ജനുവരി 26 1950 ഇന്ത്യ റിപ്പബ്ലിക് എന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഇൻഡിപെൻഡൻസ് ഡേയും റിപ്പബ്ലിക് ഡേയും തമ്മിലുള്ള വ്യത്യാസം? ഓഗസ്റ്റ് 15 1947 നീണ്ട 200 വർഷത്തെ ബ്രിട്ടീഷ് അധിനിവേശത്തിന് ഒരു അറുതി വരികയാണ്. ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്നും സ്വതന്ത്രയാവും. എന്നാൽ അന്ന് സ്വതന്ത്രയായ ഇന്ത്യക്ക് സ്വന്തമായ ഒരു നിയമപുസ്തകം ഉണ്ടായിരുന്നില്ല. നിയമപുസ്തകം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു ഭരണഘടനയാണ്. എന്താണ് ഭരണഘടനയുടെ ആവശ്യം? ഒരു ഭരണഘടനയാണ് ആ രാജ്യത്തെ അധികാരി ആരായിരിക്കണമെന്നും ആ രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ, ഭരണ സംവിധാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതും ആ ഭരണ സംവിധാനത്തിലെ വിവിധ അവയവങ്ങൾ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി തുടങ്ങിയ അവയവങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതും അതിലേക്കുള്ള ആളുകളെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നെല്ലാം തീരുമാനിക്കുന്നത് ഒരു ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത് ജനുവരി 26 1950 അന്നാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ ഇന്ത്യ റിപ്പബ്ലിക് ആയതിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. നമുക്കറിയാം, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യ സമരങ്ങളെല്ലാം മുന്നോട്ട് പോയിരുന്നത്, അല്ലേ? എന്നാൽ ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടനാ അസംബ്ലി വേണമെന്നും ആ ഭരണഘടനാ അസംബ്ലി ആയിരിക്കണം ഇന്ത്യക്കാർക്ക് വേണ്ട ഭരണഘടന നിർമ്മിക്കേണ്ടതെന്നും ആദ്യമായി ഒരു ആവശ്യം ഉന്നയിച്ചത് 1934 ശ്രീ എം എൻ റോയ് ആണ്. 1935 എം എൻ റോയ് പറഞ്ഞിട്ടുള്ള ഈ പ്രസ്താവനയെ കോൺഗ്രസ് പിന്താങ്ങുന്നുണ്ട്. 1936 ലക്നൗ സെഷനിൽ കോൺഗ്രസ് ഇത് അടിവരയിട്ട് പറയുന്നുമുണ്ട്. 1938 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുകയാണ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് പ്രകാരം ആയിരിക്കണം ഈ ഭരണഘടനാ അസംബ്ലിയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കേണ്ടത്. അതിൽ ഇന്ത്യക്കാരായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. ആ ഇന്ത്യക്കാരായിരിക്കണം ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കേണ്ടത് എന്ന് 1938 തന്നെ നെഹ്റു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. 1939 ഒക്ടോബർ മാസം അടുപ്പിച്ചാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ബ്രിട്ടന് ഇന്ത്യയുടെ പിൻബലം കൂടിയേ പറ്റുമെന്നൊരു സാഹചര്യം വരികയാണ്. അപ്പൊ ഇന്ത്യയെ ബ്രിട്ടന്റെ കൂടെ ചേർക്കുന്നതിന് വേണ്ടി 1940 അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയ് ആയിരുന്നിട്ടുള്ള ലിൻലിത്ഗൗ ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഫർ ഇന്ത്യക്കാരുടെ മുൻപാകെ വെക്കുന്നു. അതിനകത്താണ് ബ്രിട്ടൻ ഫോർമലി ഇന്ത്യക്കാർക്ക് സ്വന്തമായ ഒരു ഭരണഘടനാ അസംബ്ലി വേണമെന്നുള്ള ആവശ്യത്തെ അംഗീകരിക്കുന്നത്. എന്നാൽ ഓഗസ്റ്റ് ഓഫറിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മാത്രമായിരിക്കും ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കുക എന്നുള്ളതും ഇന്ത്യക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാമെന്നുള്ളതായിരുന്നു ഓഗസ്റ്റ് ഓഫറിലെ മറ്റ് പോയിന്റുകൾ എന്ന് പറയുന്നത്. 2 വർഷങ്ങൾക്കപ്പുറം മാർച്ച് 1942 സ്റ്റെഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ഒരു ക്രിപ്സ് മിഷൻ കൂടെ ഇന്ത്യയിലേക്ക് അയക്കുന്നുണ്ട്. ക്രിപ്സ് മിഷന്റെ പർപ്പസ് എന്ന് പറയുന്നതും ഈ തരത്തിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുക, അതിലൂടെ ഇന്ത്യക്കാരെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ ക്രിപ്സ് മിഷൻ മുന്നോട്ട് വെച്ചത് ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാമെന്നും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വർക്കുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തുടങ്ങാം എന്നുള്ളതുമായിരുന്നു. ക്രിപ്സ് മിഷനെ പറ്റി ഗാന്ധി പറഞ്ഞത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നായിരുന്നു. വർഷം 1945, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ക്ലെമന്റ് അറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി അധികാരത്തിലേക്ക് വരുന്നു. ഇന്ത്യക്ക് എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടിയും ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 1946 മാർച്ച് മാസത്തിൽ ഇന്ത്യയിലേക്ക് ഒരു മിഷനെ അയക്കുന്നു, ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് ഇന്ത്യയിൽ ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കുന്നതും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ മറ്റ് പ്രക്രിയകളെല്ലാം നടക്കുന്നത് ക്യാബിനറ്റ് മിഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. 1946 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപം കൊള്ളുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് ഭാഗികമായി തെരഞ്ഞെടുക്കപ്പെടുകയും ഭാഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നില്ല, പരോക്ഷമായിട്ടുള്ള ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് അന്ന് നടന്നിരുന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. 389 അംഗങ്ങളെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് ഇത്തരത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് അകത്തുണ്ടായിരുന്ന 389 മെമ്പേഴ്സ് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഭരണഘടനാ അസംബ്ലിയിലെ പ്രധാനപ്പെട്ട നാൾ വഴികൾ നമുക്ക് നോക്കാം. ഡിസംബർ 6 1946 ഭരണഘടനാ അസംബ്ലിയുടെ ഫോർമേഷൻ പൂർത്തിയാകുന്നത്. ഡിസംബർ 9 1946 ഭരണഘടനാ അസംബ്ലി ഡൽഹിയിലെ പഴയ പാർലമെന്റ് മന്ദിരമായിരുന്ന അതിന്റെ സെൻട്രൽ ഹാളിൽ വെച്ച് ആദ്യമായിട്ട് സമ്മേളിക്കുന്നത്.
സച്ചിദാനന്ദ സിൻഹ, സഭയിലെ ഏറ്റവും മുതിർന്ന അംഗമായിരുന്ന സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷനായിട്ട് അന്ന് തെരഞ്ഞെടുത്തത്. സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ന് സംസാരിച്ചത് അന്നത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന JB കൃപലാനിയായിരുന്നു. 207 അംഗങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആദ്യ ദിവസം തന്നെ ഓസ്ട്രേലിയയുടെയും ചൈനയുടെയും US-ന്റെയും മെസ്സേജുകൾ ഭരണഘടനാ അസംബ്ലിയിൽ വായിച്ചു കേൾക്കുകയുണ്ടായി. ഡിസംബർ 10, 1946 സഭയുടെ ചട്ടങ്ങളും അതിന്റെ പ്രൊസീജിയേഴ്സും എല്ലാം നിശ്ചയിക്കുന്നതിന് വേണ്ടി ഒരു റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതിന്റെ അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പേര് അന്ന് നാമനിർദ്ദേശം ചെയ്തത് JB കൃപലാനി തന്നെയാണ്. ഡിസംബർ 11, 1946 സഭയുടെ പെർമനന്റ് ചെയർമാൻ ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഉപാധ്യക്ഷന്മാരായി HC മുഖർജിയെയും VT കൃഷ്ണമാചാര്യയും അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിയമോപദേശം നടത്തുന്നതിന് വേണ്ടി ശ്രീ BN റാവുവിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസറായിട്ടും അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. ഡിസംബർ 13, 1946 ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കുന്ന ഭരണഘടനയുടെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ശ്രീ ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ സഭയ്ക്ക് മുൻപാകെ ഹാജരാക്കുന്നു. ജനുവരി 22, 1947 ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ സഭ അംഗീകരിക്കുന്നുണ്ട്. പിന്നീട് ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് ഭരണഘടനയുടെ ആമുഖത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒട്ടുമിക്ക ആശയങ്ങളും ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്ത് നിന്നും കടം കൊണ്ടതാണെന്നുള്ള കാര്യം കൂടെ നിങ്ങളിവിടെ ഓർത്തിരിക്കുക. ജൂൺ 3, 1947 അന്നത്തെ വൈസ്രോയ് ആയിരുന്ന ശ്രീ മൗണ്ട് ബാറ്റന്റെ പ്ലാൻ പ്രകാരം ഇന്ത്യ വിഭജനത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഈ പ്ലാനിനെ ജൂൺ 3 പ്ലാൻ എന്നും മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നെല്ലാം അറിയപ്പെടുന്നു. ഓഗസ്റ്റ് 15, 1947 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്നും സ്വതന്ത്രയായി പ്രഖ്യാപിക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇന്ത്യ നേരിട്ടുള്ള 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഭരണഘടനാ അസംബ്ലിയിൽ നിന്നും കുറച്ച് അംഗങ്ങൾ എങ്ങോട്ട് പോയി? പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് പോയി. ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങൾ 299 ആയിട്ട് കുറയുന്നു. മാത്രമല്ല, ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആവുന്നതിലൂടെ ഇന്ത്യയുടെ നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു നിയമനിർമ്മാണ സഭ രൂപീകരണം അത്യാവശ്യമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട്, കാരണം വിഭജനത്തിന്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് തന്നെ ഭരണഘടനാ അസംബ്ലി തന്നെ താൽക്കാലിക നിയമനിർമ്മാണ സഭയായിട്ട് വർത്തിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഭരണഘടനാ അസംബ്ലി എപ്പോഴെല്ലാം നിയമനിർമ്മാണ അസംബ്ലിയായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോഴെല്ലാം അതിന്റെ അധ്യക്ഷനായിട്ട് GV മാവലങ്കർ മാറുകയും ചെയ്തു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി 22 കമ്മിറ്റികളായി വേർതിരിഞ്ഞ് പ്രവർത്തിച്ചിരുന്നു. അതിൽ 8 മേജർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, ഈ 3 കമ്മിറ്റികളുടെയും അധ്യക്ഷനായിട്ട് വർത്തിച്ചിരുന്നത് ശ്രീ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെയും അഡ്വൈസറി കമ്മിറ്റിയുടെയും അധ്യക്ഷനായിട്ട് വർത്തിച്ചിരുന്നത് വല്ലഭായ് പട്ടേൽ ആയിരുന്നു. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും അധ്യക്ഷനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 വർഷം 11 മാസം കാലയളവിൽ 11 തവണ സഭ സമ്മേളിച്ചിരുന്നു. 165 ദിവസങ്ങളിൽ സമ്മേളിച്ചിരുന്ന സഭയിൽ 114 ദിവസവും ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ജനുവരി 24, 1950 ഭരണഘടനാ അസംബ്ലി അവസാനമായിട്ട് സമ്മേളിച്ചത്. അന്നേ ദിവസം തന്നെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായി തെരഞ്ഞെടുത്തത്. അന്നേ ദിവസം തന്നെയാണ് ജനഗണമന നമ്മുടെ ദേശീയ ഗാനമായും വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമായിട്ടും തെരഞ്ഞെടുത്തത്. സ്വാതന്ത്ര്യം ലഭിച്ച് 2.5 വർഷത്തിനപ്പുറമാണ് ഇന്ത്യക്ക് ഒരു നിയമപുസ്തകം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: അതെ, ഭരണഘടന ഒരു യന്ത്രം പോലെയാണ്, സ്വയം ജീവനില്ലാത്തത്. അതിന് ജീവൻ ലഭിക്കുന്നത് അതിനെ നിയന്ത്രിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരിലൂടെയാണ്. ഇന്ത്യക്ക് ഇന്ന് ഏറ്റവും അധികം ആവശ്യമുള്ളത് രാജ്യത്തിന്റെ താല്പര്യം സ്വന്തം താല്പര്യത്തിന് മുൻപിൽ വെക്കുന്ന ഒരു കൂട്ടം സത്യസന്ധരായ മനുഷ്യരെയാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസ.